20 ലക്ഷം പ്രബുദ്ധർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുത്താൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ 10 ലക്ഷം ആളുകൾ കുംഭമേളയ്ക്ക് പങ്കെടുത്താൽ എനിക്ക് കുരുപൊട്ടും. പണ്ട് കുംഭമേളയ്ക്ക് ജനങ്ങൾ പോയപ്പോൾ വല്ലാതെ കുരുപൊട്ടിയ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. ആ മാധ്യമ പ്രവർത്തക കേരളത്തിൽ സമസ്ത സംഘടിപ്പിക്കുന്നതോ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്നതോ SDPI സംഘടിപ്പിക്കുന്നതോ ആയ ഒരു പരിപാടിക്ക് ജനങ്ങൾ വന്ന് നിറഞ്ഞാലും കണ്ട ഭാവം പോലും കാണിക്കില്ല. പക്ഷേ കേരളത്തിലെ കുംഭമേളയിലോ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിലോ ലക്ഷങ്ങൾ വന്നാൽ ലിറ്ററസി അത് വല്ലാതെ പ്രശ്നമുണ്ടാകും. ഇങ്ങനെ കുറെ കപട ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട്. കാരണം ഈ കുട്ടി അതിനോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. അവൾ ആ സ്ത്രീ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹിന്ദു മതത്തിൽ തന്നെ മഹാഭൂരിപക്ഷം ഹിന്ദു വിരുദ്ധരാണ്. മനസ്സിലായില്ലേ? ആ ഹിന്ദു വിരുദ്ധരുടെ ഒരു പിന്തുണയോട് കൂടി കുറേ ലൈക്സ് അങ്ങ് കിട്ടും. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് അങ്ങ് കൂടും. അതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകമാണെന്നാണ് തോന്നുന്നത്. എന്താണ് ഈ കുംഭമേള എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ഒരാളാണ്. ചരിത്രപരമായിട്ട് ഇവിടെ പണ്ട് ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്ന കാലം മുതൽ മുഗൾ കാലത്തും തുടർന്നു വന്നിരുന്ന, ഇടയ്ക്കൊന്ന് മുടങ്ങിപ്പോയിട്ടുണ്ട്, ആ മുടങ്ങി വന്നിരുന്ന ഒന്നാണത് കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള എന്ന് പറയുന്നത് എല്ലാ രാജാക്കന്മാരും വളരെ ആചാരപരമായിട്ട് ആചരിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ്. ആ കുംഭമേളയിലും കാശിയിലും പോകുന്ന ഈ അവതാരകന്മാരുടെ 1 ലക്ഷം പേര് വന്നു കഴിഞ്ഞാലും ശരി, തകർക്കാൻ പറ്റാത്ത വിശ്വാസം തന്നെയാണത്. അതങ്ങനെ തന്നെ തുടരും. ഇവിടെ ഹിന്ദു വിശ്വാസത്തിന് വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഭരിച്ചിട്ടുണ്ട്, അപ്പോഴും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷുകാർ ഭരിച്ചിട്ടുണ്ട്, മുഗളന്മാർ ഭരിച്ചിട്ടുണ്ട്, അടിമ വംശജർ ഭരിച്ചിട്ടുണ്ട്, ഗിൽജി വംശജർ ഭരിച്ചിട്ടുണ്ട്. ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു നദീപ്രവാഹം, ഗംഗാപ്രവാഹം പോലെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി അത് കേമമായിട്ടും ഗംഗമമായിട്ടും നടക്കുന്നു. അതിന് പല ഉപശാഖകളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുനാവായയിലെ മഹോത്സവം. അത് വീണ്ടും വരാൻ പോവുക. തടുക്കാൻ പറ്റുമോ? കൂടുതൽ ശക്തി അറിയിച്ച് വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പബ്ലിസിറ്റി ഒന്നും വേണ്ട. അവിടെ ഈ പറയുന്ന പോലെ നിമിഷങ്ങൾക്കകം അവിടെ ക്ലീൻ ചെയ്തത് സേവാഭാരതി പ്രവർത്തകരാണ്. അവർക്കും വേണ്ട നിങ്ങളുടെ പബ്ലിസിറ്റി. അതിനൊന്നും പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ടല്ല അവർ വരുന്നത്. പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്താ, അത് പരാജയപ്പെട്ടു, വൻ വിജയമായി തീർന്നു. അതങ്ങനൊരു സംഭവം. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? അവര് എന്ത് പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. 20 ലക്ഷം ആൾക്കാർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നാൽ ഇത് പ്രശ്നമല്ലല്ലോ സാർ. പ്രയാഗ്രാജിൽ പോയപ്പോഴല്ലേ കുംഭമേളയെ ലിറ്ററസി 10 പേരെങ്കിലും എടുത്താൽ 10 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എന്താണ് ഈ കുംഭമേള എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അതെന്താ? BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് പ്രയാഗ്രാജ് അടക്കം കുംഭമേളയ്ക്ക് പോയാൽ അത് ഹിന്ദുത്വമാ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദു രാജ്യമാക്കാനുള്ള ഒരു നിർണായക നീക്കവുമായി BJP സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലൊരു കുത്തിത്തിരിപ്പ്. കേരളം ഭരിക്കുന്നത് CPM ആണ്. അവിടെ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നുള്ളത് ഇവരുടെ വിഷയമല്ല. കേരളം ഭരിക്കുന്നത് CPM ആണ്. അപ്പോ ഇവിടെ 20 ലക്ഷം പേര് വന്നാലും സർക്കാർ ചേർത്ത് പിടിക്കും, സർക്കാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. സർക്കാർ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെയാണ് കുംഭമേളയും. ഒരുപാട് ആളുകൾ, നിങ്ങൾ വിമർശിക്കുന്നവരും വിമർശിക്കാത്തവരും നിങ്ങൾ ചേർത്ത് നിർത്തുന്നവരും ഒക്കെ കുംഭമേളയിൽ പോയിട്ടുണ്ട്. പോകാൻ പറ്റാത്തവർക്ക്, ഇപ്പൊ എനിക്കൊന്നും അതിൽ പോകാൻ പറ്റാത്തതിന്റെ വല്ലാത്തൊരു സങ്കടവും ബുദ്ധിമുട്ടും ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. എന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമുക്ക് പല കാരണങ്ങളുണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോ ഹിന്ദു രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല ഞാനോ സാറോ എന്ന്. പക്ഷെ നമുക്ക് കുംഭമേളയിൽ പോകുന്നുണ്ട്, നമ്മൾ മറ്റു പല പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, പല ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾക്കാർക്കും ലിറ്ററസി നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളാരും കുളിക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാക്കി വെക്കുന്നത്. കുളിക്കാൻ വേണ്ടി പോകുന്നു, കുളിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാകുമോ എന്ന് ചോദിക്കുന്ന ഒരു വിവരവും ബുദ്ധി ഇല്ലാത്ത ഒരു കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ദാരിദ്ര്യം നഷ്ടമാകുമോ? 70 വർഷം ഇന്ത്യ ഭരിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ഭരിച്ചപ്പോൾ നഷ്ടമാവാത്തത് ഒന്ന് കുളിക്കുമ്പോൾ കയറുമ്പോൾ എങ്ങനെയാണ് അത് നഷ്ടമാകുന്നത്? ദാരിദ്ര്യം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? 70 വർഷം നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലേ? ഞാനൊരു കാര്യം ആദ്യമേ പറയാം, ഇതൊരു ഹിന്ദു രാജ്യമാണ്, വരേണ്ട കാര്യമൊന്നുമില്ല. ഹിന്ദു രാജ്യം തന്നെയാണ്, ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന രാജ്യം തന്നെയാണ്. അതാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കുമ്പോഴാണത് വർഗീയതയായിട്ട് മാറുന്നത്. എല്ലാ മതങ്ങൾക്കും എന്തു അഭിപ്രായം, അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു. ഗവൺമെൻറ്റും സുപ്രീം കോടതിയും പാർലമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും അത് നിലനിർത്താൻ ബാധ്യസ്ഥരാണ്
എന്നുള്ളതാണ് അതിന് സത്യം. ഒരു ഹിന്ദു രാജ്യമാണ്. അവിടെ മാത്രമേ എല്ലാ മതങ്ങൾക്കും ഇങ്ങനെ തുല്യമായിട്ടുള്ള ഒരു തുല്യമായിട്ടുള്ളൊരു പരിഗണന കിട്ടാറുള്ളൂ. അത് ഹിന്ദു രാജ്യം തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ആർക്കും അത് നശിപ്പിക്കാൻ കഴിയുമില്ല എന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. കാരണം ജനാധിപത്യപരമായിട്ടുള്ളൊരു മതമാണത്. നിങ്ങൾ അമ്പലത്തിൽ പോകണം, ഇല്ല അവിടെ പോയിട്ട് നോയമ്പായിട്ട് ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മതം മാറിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടം, മറ്റൊരാൾ അടിച്ചേൽപ്പിക്കരുത്. ഞാൻ കുറച്ച് പൈസ തരാമെന്നും പറഞ്ഞ് മാറ്റരുത്, ലവ് ആണെന്നും പറഞ്ഞ് മാറ്റരുത്. അത് വൃത്തികെട്ട പരിപാടിയാണ്. അതിന് നിയമമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിൽ ഏത് മതത്തിലേക്ക് പോകാം. അതെ, ആറ്റുകാൽ പൊങ്കാല ഉദാഹരണം, ആറ്റുകാൽ പൊങ്കാല അവിടെ ഒരു നമ്മുടെ മതത്തിൽപ്പെടാത്ത എത്രയോ സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ എൻ്റെ തന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അതിൻ്റെ പരിസരത്ത് മാത്രമല്ല, വിശ്വാസം കൊണ്ട് അവിടെ പോകുന്നുണ്ട്. ഈ മതത്തിലെ ആചാരങ്ങൾ പിന്തുടരുന്ന എത്രയോ മുസ്ലിം പെൺകുട്ടികളെ എനിക്കറിയാം, പൂർണ്ണ വിശ്വാസത്തോടു. ശ്രീകൃഷ്ണൻ്റെ പടം അവിടെ അമ്പലവളപ്പിൽ വിറ്റുകൊണ്ട് കടന്ന ഗുരുവായൂർ അമ്പലവളപ്പിൽ വിറ്റുകൊണ്ടിരുന്ന ഒരാളിനെ എനിക്കറിയാം. അതുപോലെ തന്നെ വിശ്വാസശീലരായിട്ടുള്ള ഹിന്ദുക്കൾ പലരും പള്ളിയിൽ പോകാറുണ്ട്, മസ്ജിദ് ഞാൻ തന്നെ പോയിട്ടുണ്ട്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത്, അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10-11 വർഷമായി, എൻ്റെ അമ്മയ്ക്ക് തൊണ്ടയിലൊരു ചെറിയ ഇതുപോലെ വന്ന്, ഇത് വിശ്വാസത്തിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ പലരും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷെ അമ്മ ഈ പെട്ടെന്ന് പാനിക്കാവുന്ന, പെട്ടെന്ന് പേടിയൊക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ അമ്മയെ കൊണ്ട് ഓപ്പറേഷൻ ഒന്നും റൂമിൽ കയറ്റി നമുക്ക് എന്നുവെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ അമ്മയ്ക്ക് തൊണ്ടയിലൊരു ചെറിയ മുഴ പോലെ എന്തോ വന്നു. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരിത്. ഇപ്പൊ അച്ഛനോട് ആരോ പറഞ്ഞു, ഭീമാവള്ളിയിൽ പോയാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഇത്, കാരണം നമ്മുടെ ദൈവങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛനോട് ആരോ പറഞ്ഞു. അച്ഛൻ ഇതൊക്കെ വിശ്വാസമാണ്. നമ്മൾ വെട്ടുകാട് പോവാറുണ്ട്, ഭീമാവള്ളി പോവാറുണ്ട്, പള്ളികളിലൊക്കെ നമ്മൾ പോവാറുണ്ട്, വേളാങ്കണ്ണി പള്ളിയിൽ പോവാറുണ്ട്. നമുക്ക് അതിൻ്റെതായ ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മളെല്ലായിടവും പോകാറുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള വിശ്വാസങ്ങളെ നിഷേധിക്കുന്നുമില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോ അത് മാറി എന്നാണ് അച്ഛൻ പറയുന്നത്. ഓപ്പറേഷൻ പോലും ചെയ്യാതെ അത് മാറി എന്നാണ് അച്ഛൻ പറയുന്നത്. അത് അച്ഛന്റെ വിശ്വാസം. അത് എങ്ങനെ മാറി എന്നുള്ളത് ഇപ്പോഴും അറിയില്ല, അത് മാറി. അതിന്റെ പേരിൽ പിന്നീട് സ്ഥിരം നമുക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഭീമാവള്ളി പോകാറുണ്ട്. അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പോകുന്നില്ല. അത് അച്ഛന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരിക്കലും നമ്മളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്ന് നമ്മളോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് വളർന്നപ്പോ എല്ലാ ദൈവങ്ങളും ഒന്നാണ്. നമ്മൾ നമ്മളെ ദൈവത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു പള്ളി കാണുമ്പോൾ എൻ്റെ യേശുവപ്പാന്ന് ഞാൻ മനസ്സിൽ തൊട്ടാണ് വിളിക്കുന്നത്, യേശുവപ്പാന്ന് വിളിക്കാറുണ്ട്. അവർ ഈ പൂജിക്കുന്ന മാല പോലത്തെ അത്, ആ മാല ജപമാല, അത് നമ്മുടെ കയ്യിലും ഉണ്ട്. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടോ ഇതൊക്കെ വരുമ്പോൾ നമ്മളും അതെടുത്ത് ജപിക്കാറുണ്ട്. അതെങ്ങനെ ജപിക്കണമെന്നൊന്നും അറിയില്ല, പക്ഷെ അത് എടുത്തു വെച്ചിട്ട് യേശുവപ്പ യേശുവപ്പ എന്ന് നമ്മളും വിളിക്കാറുണ്ട്. പള്ളി കാണും വള്ളാന്ന് നമ്മളും വിളിക്കാറുണ്ട്. അത് ആരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരുടെ മതവിശ്വാസങ്ങളെ പിടിച്ച് തകർക്കാനോ ഒന്നുമല്ല. നമുക്ക് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. എല്ലാവരും നമുക്ക് വേണം, എല്ലാ ദൈവങ്ങളും നമുക്ക് വേണം. ഒരു പൊങ്കാല ഇട്ടെന്ന് നശിക്കാൻ പോകുന്നില്ല ആറ്റുകാൽ അമ്പലം. ഒരു മുസ്ലിം സ്ത്രീ വന്നൊരു പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞിട്ടോ, ഒരു മുസ്ലിം യുവതി ഒരു പള്ളിയിൽ, ഒരു ഹിന്ദു യുവതി ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടോ, ഒരു മുസ്ലിം യുവതി ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ ഒന്നും ഇല്ലാതാവാൻ പോകുന്നില്ല നമ്മുടെ ഒന്നും. അതൊക്കെ ഓരോരുത്തരില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ വിപ്ലവകാരിയായിട്ടുള്ള അവതാരകയോട് ഞാനൊരു കാര്യം പറയാം. ചുണയുണ്ടോ നിങ്ങൾ? അവരതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററോ മറ്റോ ആണെന്ന് പറയുന്നല്ലോ. ചുണയുണ്ടോ നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കാൻ? ചുണയുണ്ടോ അത് കൊടുക്കാതിരിക്കാൻ? നിങ്ങൾ കുംഭമേള ബഹിഷ്കരിച്ചു, മഹാമാഘം ബഹിഷ്കരിച്ചു, അതുപോലെ ചുണയുണ്ടോ നിങ്ങൾക്ക് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ആ ആചാരം, ഹിന്ദു ആചാരം, ഹൈന്ദവാചാരം? കുംഭമേളയെ തന്നെ പോലെയുള്ള ഒരു വിശ്വാസം കേരളത്തിൽ നടക്കുന്നു. ചുണയുണ്ടോ അത് ബഹിഷ്കരിക്കാൻ? അതിൻ്റെ കവറേജ് കൊടുക്കാതിരിക്കാൻ, അതിൻ്റെ ലൈവ് കൊടുക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ചുണയുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമോ? അതിന് എന്താ അതിന് ധൈര്യം കാണിക്കാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? എത്ര കോടി രൂപയുടെ പരസ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. പിറ്റേ ദിവസം തൊട്ട് ഇപ്പം നമ്പർ 1 ചാനൽ എന്നും പറഞ്ഞ് വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചാനലിൽ നമ്പർ 0 ആയിട്ട് തീരും. മനസ്സിലായോ? അതാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത്, സനാതന ധർമ്മം. നിങ്ങൾക്ക് അതുകൂടാതെ ഈ ശ്വാസം വിടാൻ പറ്റില്ല ഈ രാജ്യത്ത്. അതിൻ്റെ ധർമ്മമാണ് ഇവിടെ പുലരുന്നത്. അതുകൊണ്ടാണ് മതലഹളകൾ. BJP എന്ന് പറയുന്നത്, ചാണകം സംഘി എന്ന് പറയുന്നത്, ഒരൊറ്റ മതകലഹം ഉണ്ടായിട്ടുണ്ടോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം? ഇവിടെയൊക്കെ ഇവിടെ നുള്ളോ മാന്തോ ഒക്കെ കണ്ടെത്തി ഇത് കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. അത് മാധ്യമപ്രവർത്തകരുടെ ധർമ്മം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകുന്നില്ല. ഉണ്ടായിട്ടുള്ളതെല്ലാം കോൺഗ്രസിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് മനസ്സിലാക്കൂ. പ്രീണന നയം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നു. അമേരിക്ക ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ സ്വീകരിക്കുന്നു. അത് ആൾക്കാരെ കൂട്ടി എന്നെക്കൊണ്ട് അവനെ തല്ലാൻ പറ്റില്ല, അവന് നിന്നെ കൊണ്ട് തല്ലാം. TG മോഹൻദാസ് തന്നെ പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ഇപ്പം അത് തിരിച്ച് ഞാൻ പറയുകയാണ്. അതായത്
ഇപ്പോൾ കണ്ടക്ടറും യാത്രക്കാരനുമായിട്ട് ചില്ലറയുടെ കാര്യത്തിൽ ചില്ലറ കൊടുക്കാതിരിക്കുന്ന കേസ് പണ്ടുണ്ടായിരുന്നു. ഇപ്പം ചില്ലറ കേസാണ്, അതൊന്നും മൈൻഡ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഞാൻ വാങ്ങും അല്ലേ, വാങ്ങിക്കണം വിടരുത്. ഇന്നേക്ക് ധൈര്യമായിട്ട് വാങ്ങി. ഈ കേസ് വേറെയാ, ആണുങ്ങളാ. അപ്പോൾ അവിടെ നടന്നതെന്ന് വെച്ചാൽ കണ്ടക്ടറുമായിട്ട് വഴക്ക്, ചില്ലറ കൊടുക്കാത്തതിൻ്റെ പേര്. അവസാനം ഈ ചൂടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വാക്കുകൾ കിട്ടാതെ വന്നപ്പോൾ ഈ യാത്രക്കാരൻ ഒന്നും വിചാരിക്കാതെ പറയുന്നതുകൊണ്ട് ഇത്ര അശ്ലീലമുണ്ട്, യാത്രക്കാരൻ മുണ്ട് പൊക്കിയും കാണിച്ചു. അപ്പോൾ കണ്ടക്ടർ നോക്കിയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ മുണ്ട് കാണുന്നില്ല, പാൻറ്റാ. അതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അപ്പുറത്തൊരു യാത്രക്കാരൻ നിന്ന് അയാളുടെ മുണ്ട് പിടിച്ചങ്ങ് പൊക്കി കാണിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. വാസ്തവത്തിൽ ഇവരെ നടക്കുന്ന കുംഭമേള, ഈ ആറ്റുകാൽ പൊങ്കാലയൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ കുംഭമേളയിട്ട് അങ്ങ് ആക്കിക്കളയാൻ വിചാരിച്ചൊരു പ്രവൃത്തി ചെയ്തെന്നേ ഉള്ള അവതാരക. അവരോട് ദൈവം ക്ഷമിക്കട്ടെ, ചുറുക്കട്ടെ, നമുക്കും അങ്ങ് പുറത്തേക്കാം. ഇതുകൊണ്ടൊന്നും ഒരു അവതാരക ഇരുന്ന് അവിടെ ഒരു തവള ഇരുന്ന് കിണറ്റിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കിണറിഞ്ഞു വീഴൂ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. അവിടെ ഇരുന്നോളൂ, സുരക്ഷിതമായിട്ടിരുന്നോളൂ, ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളൊന്നും പറയുന്നുമില്ല, ആനുഷംഗികമായിട്ടിതെന്ന് പ്രസ്താവിച്ചു എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.